ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെയിമിംഗ് വീഡിയോ ആണ് സുഹൃത്തുക്കളെ കളിക്കാനായിട്ട് പോകുന്നത്. ഗെയിമിംഗ് വീഡിയോ ഇത് നമ്മൾ ഒരു ചെറിയൊരു ഗെയിം കളിക്കാനായിട്ട് പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബേബി ഇൻ യെല്ലോ ആണ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു ബേബി ഇൻ യെല്ലോ ഗെയിം എന്ന് പറയുന്നത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ബട്ട് എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മളൊരു ബേബി ചൈൽഡ് കെയറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ചൈൽഡ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ കെയർ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ലിഫ്റ്റിലാണ് സുഹൃത്തുക്കളെ പെട്ട് കിടക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഏത് ബട്ടണിൽ പിടിച്ച് ഞെക്കും ഞാൻ? ഓക്കെ, അപ്പോൾ ഞാൻ ഏതോ ഒരു ബട്ടണിൽ ഇവിടെ പ്രസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലിഫ്റ്റ് തുറക്കുന്നില്ല സുഹൃത്തുക്കളെ. ഏത് ബട്ടണിലാണ് ഇപ്പോൾ ഞാൻ പ്ലസ് ചെയ്യേണ്ടത്? തുറന്നു പ്ലസ് അല്ല ഗൈസ്, പ്രസ്. അപ്പോൾ ഇവിടെ തുടക്കം തന്നെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. വെൻഡിങ് മെഷീനിൽ നമുക്ക് ഒന്നുമില്ല സുഹൃത്തുക്കളെ. കുറച്ച് കൊക്കക്കോളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇത് ഐസ്ക്രീമോ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പോൾ പൈസയില്ല. ഇതെന്താ സാധനം അറിയില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ടേബിൾ ഉണ്ട്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ലോഗിൻ ഓൺ ദ കമ്പ്യൂട്ടർ ടു പ്രിൻറ്റ് യുവർ കോൺടാക്ട് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടറിൽ പോയി ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇതാണ് തോന്നുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ടേൺ ഓൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ സുഹൃത്തുക്കളെ. ക്രൗൺ എന്നാണ് തോന്നുന്നു. ക്രൗൺ എന്നാണ് നമ്മുടെ എന്താണ് നമ്മുടെ ബേബി കെയറിൻ്റെ പേര് അതാണ്. ഓക്കെ, ഇതെന്താ അവിടെ ഒരു പാസ്വേഡൊക്കെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പാസ്വേഡ് ഞാൻ എവിടെ പോയി തപ്പും? ഇവിടെ എവിടെയെങ്കിലും തന്നെ പാസ്വേഡ് അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും സുഹൃത്തുക്കളെ. നമുക്കൊന്ന് തപ്പി നോക്കാം. ഇവിടെ എവിടെയും ഇല്ലാതെ എവിടെയും പോകാൻ വഴിയില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. എവിടെയെങ്കിലും ഇവർ നമ്മുടെ പാസ്വേഡ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ക്രൗൺ ചൈൽഡ് കെയർ, അതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരായിട്ട്. ഇവിടെ എവിടെയെങ്കിലും ക്ലൂ ഉണ്ടോ? ഇവിടെ ബെല്ലൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ. കണ്ടാ, നമുക്ക് ബെല്ലൊക്കെ അടിക്കാനായിട്ട് പറ്റും. ഇവിടെ എവിടെയെങ്കിലും കോഡ് ഉണ്ടോ? ഇവർ ഹിൻ്റൊന്നും തന്നിട്ടില്ലല്ലോ ഗൈസ്. നമുക്കെന്തോ പെൻ കേസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്കതൊന്ന് നോക്കി നോക്കാം. പെൻ കേസിനകത്ത് നമുക്ക് പെന്ന് ഉണ്ട്, പിന്നെ ഇങ്കും ഉണ്ട് തോന്നുന്നു. നമുക്ക് ഈ റൂം ഇത് ലോക്ക്ഡ് ആണ്. ഇവിടെയും ഓക്കെ. നമ്മുടെ ഈ കമ്പ്യൂട്ടർ സൈഡിലെ നോട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നോട്ടൊന്ന് പോയി ശ്രദ്ധിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതുവരെല്ലാം ഓക്കെയാണ് സുഹൃത്തുക്കളെ. ഈ ബേബി കുറച്ച് സീനാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. 1895 ആണ് നമ്മുടെ കോഡ്. ലെറ്റ്സ് ഗോ. 1895. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് ഇമെയിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമെയിൽ എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് യുവർ ഫസ്റ്റ് ഡേ ഫ്രം ക്രൗൺ ചൈൽഡ് കെയർ. ഓക്കെ, ഡിയർ പൊട്ടൻഷ്യൽ എംപ്ലോയി, വി കാൺ വെയിറ്റ് ഫോർ യു ടു ജോയിൻ അവർ. ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് കൊടുക്കാം. പ്രിൻ്റ് കൊടുക്കുന്നത് അയ്യോ, മിഷൻ അടിച്ചു പോയോ ഈശ്വര. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേ ബി ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. ഇല്ല, ഇനി നമുക്ക് ഇതെടുത്ത് സൈൻ ചെയ്യണം എന്ന് തോന്നിട്ട്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഇതിൽ സൈൻ ചെയ്യാം. ഇവിടെ ഒരെണ്ണം കാണുന്നുണ്ട്. സൈൻ യുവർ കോൺട്രാക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഏതിൽ സൈൻ ചെയ്യും? ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. സിറ്റ് ഡൗൺ, നമുക്ക് വേണമെങ്കിൽ ഇരിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഏത് കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്യേണ്ടത്? ബൈ സൈൻ യുവർ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെന്ന് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ പെന്നെടുത്തിട്ടുണ്ട്. അയ്യോ, നീഡ് പെന്നവിടെ പോയി. പെന്ന് താഴെ വീണം. ഓക്കെ, സെറ്റ്. ഇനി നമുക്കിതിൽ മഷി നിറയ്ക്കണം. വേണ്ട ഗൈസ്, മഷി ഉണ്ട്. ഇനി നമുക്കിവിടെ സൈൻ. ലെറ്റ്സ് ഗോ. നമ്മൾ കോൺട്രാക്ട് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലേസ് ദ കോൺട്രാക്ട് ഇൻ ദ കെയർ ഹാച്ചോ. അതവിടെ അതവിടെ നമുക്കത് ആദ്യം തുറക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേക്ക് എംപ്ലോയി കാർഡ് ഫ്രം കെയർ ഹാച്ച്. ഓക്കെ, നമ്മളിത് എംപ്ലോയി കാർഡ് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പോകാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ ക്ലോക്ക് ഇതിലോട്ട് നമ്മൾ കാർഡ് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫൈനലി. അയ്യോ, ഈ കുട്ടീനെയാണോ നമ്മൾ നോക്കേണ്ടത്? കാണുമ്പോൾ എന്തൊരു പാപം. പക്ഷേ ഞാൻ മറ്റേ ഇതിലൊക്കെ കണ്ടിട്ടുള്ള, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ഈ കുട്ടി ഭയങ്കര ടെററാണ് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. നമ്മളതിലും ടെററാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫീഡ് ഹിം, പ്ലേ വിത്ത് ഹിം, അതാണ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി. കമോൺ, നമുക്ക് ട്രാംപോളിനിലിട്ടാലോ. ടിങ്, അതാ വീണു. അയ്യോ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കുട്ടികളെ. ടിങ്, ചാടും. ഓക്കെ, നമ്മുടെ കുട്ടീനെ നമുക്ക് ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ പറ്റും. ഇതിൽ കൂടെ നമുക്ക് കുട്ടീനെ ഇടാം. അയ്യോ,
അയ്യോ കുട്ടി കരയുന്നു. ഇല്ല 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 വറി, പേടിക്കാനൊന്നുമില്ല. നമുക്കിതിങ്ങനെ കറക്കാനായിട്ടൊക്കെ പറ്റും. കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ കുട്ടീനെ അവിടെ ഇരുത്തണമെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? സിറ്റ് ഡൗൺ. യെസ്, നമ്മൾ ബേബീനെ ഇരുത്തിയിട്ടുണ്ട്. ഞാനും ഇരുന്നോ? സ്റ്റാൻഡ് അപ്പ്. നമ്മൾ ബേബീനെ ഇരുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്കാം. അയ്യോ ബേബിക്ക് സങ്കടം. പ്ലേ വിത്ത് ബേബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേബീനെ എടുക്കാം. എടുത്തിട്ട് നമുക്കവനെ അയ്യോ നിലത്തിടല്ലേ ട്രാമ്പോളിനിടാം. കുട്ടിക്ക് എന്തോ ഒരു സന്തോഷം വരാത്തെ. എന്നിട്ട് വരട്ടെ സന്തോഷം. ജാതി പോയി. കുട്ടി എവിടെ? അയ്യോ കുട്ടി അപ്രതീക്ഷിതമായിരുന്നു. കുട്ടിയെ കാണാനില്ല. അതാണോ? ഇപ്പം ഹാപ്പി ആയില്ലേ? ഇനി പറഞ്ഞിരിക്കുന്ന ഫീഡ് ദ ബേബി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇതിനെയും കൊണ്ട് ഫുഡ് കൊടുക്കാനായിട്ട് പോകണം. ഇതിനി എവിടുന്നാണ് ഫുഡ് കൊടുക്കുക? അയ്യോ സോറി ബേബി, ഇവിടെ കളിക്കാട്ടോ, ഞാൻ പോരാ. ഇനി ഇതിൻ്റെ ബോട്ടിൽ കണ്ടുപിടിക്കണം. പിക്കപ്പ് ദ പ്ലേറ്റ്. ഇനി പ്ലേറ്റിൽ എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിനെന്താ ചെയ്യേണ്ടത് ഗൈസ്? അറിയത്തില്ല. ഇവിടെ എന്താ? ഓക്കെ, ഇതവിടെ എവിടെയോ ബോട്ടിൽ. ഓക്കെ. അപ്പോൾ നമ്മുടെ ബേബിക്കുള്ള ഫുഡ് നമുക്കിത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഫൈനലി. ഇനി നമുക്കിത് കൊണ്ട് ബേബിക്ക് കൊടുക്കാം. ബേബി ഈറ്റ് ഇറ്റ്. ബേബി ബാത്റൂം പോയി സുഹൃത്തുക്കളെ. ഈ ബേബി ഇങ്ങനെ കേട്ടോ. ഇനി പുട്ട് ഓൺ ദ ചേഞ്ചിങ് ടേബിൾ. ഇതെവിടെയാണ് ഇനി ചേഞ്ചിങ് ടേബിള്? ഫുഡ് കൊടുത്തേ ഉള്ളൂ, അപ്പോഴേക്കും ബേബി പണി പറ്റിച്ചു. ഇനി ചേഞ്ചിങ് ടേബിളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ എപ്പോഴത്തേക്കാണ് ഇനി ചേഞ്ചിങ് ടേബിൾ? ഇവിടെയാണോ? ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ബേബീനെ. അവിടെ ഇരിക്കും, ഞാൻ പോയി ചേഞ്ചിങ് ടേബിൾ കണ്ടുപിടിച്ചിട്ട് വരാം. ഇനി ഇതിനെയും കൊണ്ട് എനിക്കത് തപ്പാൻ പോകാൻ വയ്യ. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ പോവാൻ കേട്ടോ. ഇവിടെ ചേഞ്ചിങ് ടേബിൾ എവിടെയാ? ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ സ്ലീപ്പിംഗ് ഏരിയ ആണത്, നോട്ടി ഏരിയ. അവിടെയാണ് നമ്മുടെ വാഷിംഗ് ഏരിയ. അപ്പോൾ നമുക്ക് പോയിട്ട് ബേബി എടുത്തിട്ട് വരാം. പക്ഷേ ഈ ഒരു സ്ഥലമൊക്കെ കൊള്ളാം കഴിച്ചു. അത്യാവശ്യം നല്ല ആംബിയൻസ് ആയിട്ട് തന്നെ ഉണ്ട്. കുട്ടികൾക്ക് ആക്ച്വലി ഇത് ചൈൽഡ് കെയർ ആണല്ലോ. ഇപ്പോൾ ഫുള്ളൊരു കുട്ടികളുടെ ഒരു ടോയ്സിൻ്റെയൊക്കെ ഒരു മയം കേട്ടോ ഇവിടെ ഫുള്ള്. ഇനി നമുക്ക് ബേബിയെ കൊണ്ടുപോയിട്ട് ഡൈപ്പർ മാറ്റി കൊടുക്കാം ബേബിക്ക്. ഓക്കെ, നമുക്ക് ബേബി അവിടെ വെക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ബേബീനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് മാറ്റില്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഓക്കെ, പാലടയ്ക്കണം. നമുക്ക് നാപ്കിൻ എടുക്കണം. ചേഞ്ച് കൊടുക്കണം. ലെറ്റ്സ് ഗോ. ഇനി കൊണ്ട് ബെഡിൽ കൊണ്ട് കിടത്തണം. അയ്യോ ബേബി കമോൺ. നമ്മൾ ബേബിക്ക് ഫുഡും കൊടുത്തു. ഇനി നമുക്ക് ബേബീനെ കൊണ്ടുപോയിട്ട് ഉറക്കാം ഗൈസ്. ആട്ടുതൊട്ടിലിൽ ഇനി കിടത്തി ഉറക്കി ഇനി ഉറക്കണം ഗൈസ് ബേബീനെ. അതാണ് പണി. അവിടെ കിടക്ക്. ഉറങ്ങിക്കോളൂ. ലാലു അവിടെ കിടക്ക്. ലെറ്റ്സ് ഗോ. ഇതെന്താ കോട്ട്? നമുക്ക് നോക്കാം കേട്ടോ. അവിടെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം ബേബീനെ. ഗൈസ് ഇവിടെ ബേബീനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ബേബി അവിടെ ഇവാലുവേറ്റ് ബേബിയാ? ഇവാലുവേറ്റ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇവിടെ കിടത്താനാ. അവിടെ കിടക്ക്. ഗെറ്റ് ഹിം റെഡി ഫോർ ബെഡ്. ഓക്കെ, ഇവിടെ കിടക്ക്. ഇനി ഈ കോട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക? പുതിയ ഷീറ്റ് ഇരിക്കണമായിരിക്കുമല്ലേ ബേബിക്ക്. ഇവിടെ ഇനിയിപ്പോൾ അതവിടെ എന്തോ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. ആഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് സ്ലൈഡ് ഡൗൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ എന്തോ ഒരു സാധനം, ഇപ്പോൾ ബേബിനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അവിടെ അയ്യോ ബേബി എവിടെ? ആ സാധനം എവിടെ പോയി? കർത്താവേ, എവിടെ പോയി ബേബി? ഈശ്വര, പണിയായില്ല ബേബ്. അയ്യോ പുറത്തു പോയോ? പുറത്തു പോകാൻ സാധ്യതയില്ല. ഇവിടെ എവിടെയും തന്നെ ഉണ്ടാവും. ബേബി നമ്മളെ കളിപ്പിക്കല്ലേ. അല്ല നിന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. എവിടെ കമോൺ
നോട്ടി കോർണർ ലോക്ക്ഡ് ആണല്ലോ. പിന്നെ ബേബി അവിടെ പോയി? ബേബി എന്താ പ്രാന്ത് കുട്ടി? ഇവിടെ കിടക്കങ്ങിട്ടേ. ഇവിടെ കിടത്തി അങ്ങോട്ട് എണീറ്റ് പൊക്കോളൂ. ഇരിക്കാൻ കിട്ടേ. ഞാൻ കലിപ്പായുണ്ടല്ലോ. ഞാൻ കലിപ്പായ മുട്ടൻ കലിപ്പാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്നെ നോക്കി പഠിപ്പിക്കുന്നു കേട്ടോ ഗൈസ്. കുടിക്കേ ഗൈസ്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ട ഈ കുട്ടീനെ കൊണ്ട്? ഇവരാണെങ്കിൽ ഒരു ക്ലൂവും തരുന്നില്ല. ഈ പാനൊക്കെ എടുത്ത് കൂട്ടർ തലയിലിടാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഇനി എന്തോ എനിക്ക് ചെയ്യാനുണ്ട് ഗൈസ് അവിടെ. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഈ കോട്ടിൽ പിടിച്ച് നിൽക്കുമ്പോൾ ഒന്നും വരുന്നുമില്ല. എനിക്കിവിടെ ഇനിയിപ്പോൾ കിടക്കണോ? എന്താ ചെയ്യേണ്ടത്? ഐ ഡോണ്ട് നോ. മേ ബി ഞാൻ എന്താ വെച്ചാൽ ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. എന്തായാലും നമുക്ക് ബേബീനെ എടുത്തിട്ട് ത്രോ ചെയ്യാം അങ്ങോട്ട്. അവിടെ കിടക്കാം. അയ്യോ സോറി ബേബി. അയ്യോ ഇങ്ങനെയൊന്നും എറിയാൻ പാടില്ല കേട്ടോ. ഞാൻ പതുക്കെ കിടക്കാം. ഓക്കെ, സ്ലിപ്പ് കോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേബീനെ സെറ്റാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമ്മൾ ഇവിടുന്ന് ഇത് വേണം, താരാട്ട് പറഞ്ഞോ? തരാലോ. ആയിരം രാജോ. പക്ഷേ കോട്ടെന്ന് കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ എന്തുവാ അത് ടേക്ക് ചെയ്യാൻ പറ്റൂ? നിന്നെ ബേബിന്ന് വന്നേ. അയ്യോ ബേബി വെക്കറേ. ഇവിടെ ബേബി വന്നേ. ബാക്കറിലിന്നേ. റൗണ്ട് പോയി. റൗണ്ടോ അമ്മേ. എന്താ ഈ ബേബിയുടെ കണ്ണിങ്ങനെ ആയത്? അയ്യോ ഇത് പ്രാന്ത് ബേബി. ഇങ്ങോട്ട് വാ ഗൈസ്. ബേബിക്ക് പ്രാന്താന്ന് തോന്നുന്നു. എൻ്റെ കണ്ണ് കണ്ടാ പോയത്? അവിടുന്ന് പ്രാന്ത് പിടിച്ച ബേബി. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് നിർത്താണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് നിർത്താണ് സുഹൃത്തുക്കളെ. സോ ഹോപ്പ് യു നിങ്ങളെല്ലാവർക്കും ഈ ഒരു അടിപൊളി വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ പാർട്ടുമായിട്ട് പെട്ടെന്ന് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ ബൈ ആൻഡ് ലവ് യു ഗൈസ്. ആൻഡ് കമൻറ്റ് ചെയ്യുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, പ്രാന്ത് ബേബീനെ ഒന്നും കൂടെ നമുക്ക് ട്രാംപോളിനിൽ ഇട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിക്കാം. ഇട്ട് വാ കുട്ടി. അപ്പോൾ അവിടെ കിടക്കേ. അത്രേ ഉള്ളൂ ഗൈസ്. കുട്ടിക്ക് ദേഷ്യം വരുന്നു. നോക്കുന്നു. അവിടെ കിടക്കേ. അല്ല പിന്നെ ബൈ ഗൈസ്.